അനന്തകോടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആ ശ്യാമനഭസിലേക്ക് ഒരിക്കലെങ്കിലും കണ്ണും നട്ടിരിക്കാത്തവർ ആരുണ്ടാകും? പകലിന്റെ തിരക്കുകൾ ഒടുങ്ങി രാത്രിയുടെ നിശബ്ദതയിൽ നാം ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ പ്രകാശബിന്ദുവും കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്ന മഹാത്ഭുതങ്ങളാണ്. ആ പ്രകാശ ഗോപുരങ്ങൾക്കിടയിൽ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ വിസ്മയമായി 27 നക്ഷത്ര മണ്ഡലങ്ങളിൽ 24-മനായി വിരാജിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, ചതയം. വെറുമൊരു നക്ഷത്രമല്ല ചതയം, വിജ്ഞാനത്തിന്റെയും നിഗൂഢതയുടെയും രോഗശാന്തിയുടെയും അനന്തമായ ഒരു മഹാസമുദ്രമാണ് ചതയം അഥവാ സതഭിഷക്. സംസ്കൃത പദമായ സതഭിഷക് എന്നതിൽ തന്നെ ഈ നക്ഷത്രത്തിന്റെ മഹാത്മ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ശതമെന്നാൽ 100 എന്നും ഭിഷക് എന്നാൽ വൈദ്യൻ എന്നുമാണ് അർത്ഥം. അതായത് 100 വൈദ്യന്മാർ ഒന്നിച്ചു ചേർന്നാൽ ലഭിക്കുന്ന അസാമാന്യ രോഗശാന്തിയുടെയും ഊർജത്തിന്റെയും പ്രതീകമാണ് ഈ നക്ഷത്രം. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും സൗഖ്യം പകരുന്ന ആത്മീയതയുടെയും ശാസ്ത്രത്തിന്റെയും ഒരു അപൂർവ സംഗമ ഭൂമിയായി ചതയത്തെ ജ്യോതിശാസ്ത്രം അടയാളപ്പെടുത്തുന്നു. നക്ഷത്രമണ്ഡലങ്ങൾക്കിടയിൽ ചതയത്തെ തിരയുന്നത് ഒരു വാനനിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നക്ഷത്രത്തെ കണ്ടെത്തലല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഗൂഢമായ ഭാഷയെ വായിച്ചെടുക്കലാണ്. ചതയം നക്ഷത്രത്തിന്റെ പ്രതീകം ഒരു ശൂന്യമായ വട്ടമാണ്. ആദ്യ കാഴ്ചയിൽ ഇത് ലളിതമെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു തത്വശാസ്ത്രമാണ്. പൂജ്യമല്ലെങ്കിൽ ശൂന്യത എന്നത് ഒന്നുമില്ലായ്മയല്ല, മറിച്ച് എല്ലാം ഉൾക്കൊള്ളുന്ന അനന്തതയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പരിധിയുമില്ലാത്ത ആകാശം പോലെ, ആഴമേറിയ സമുദ്രം പോലെ ചതയം നക്ഷത്രം അതിന്റെ സ്വാധീന വലയത്തിലുള്ളവർക്ക് നൽകുന്നത് പരിധികളില്ലാത്ത അറിവും തിരിച്ചറിവുമാണ്. ഈ നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവും ദേവതയായ വരുണനും ചേരുമ്പോൾ ചതയം ശക്തിയുടെയും നീതിയുടെയും പ്രഭവ കേന്ദ്രമായി മാറുന്നു. പ്രപഞ്ചത്തിലെ സത്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വരുണന്റെ സാന്നിധ്യം ചതയത്തെ ധർമ്മത്തിന്റെ പക്ഷത്ത് നിർത്തുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും കണ്ണോടിച്ചാൽ ചതയം നക്ഷത്രത്തിന് മറ്റൊരു സുവർണ ശോഭ കൂടിയുണ്ട്. ജാതീയതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഇരുളിൽ തപ്പിത്തടഞ്ഞ ഒരു സമൂഹത്തെ വിദ്യ കൊണ്ടും വിവേകം കൊണ്ടും വെളിച്ചത്തിലേക്ക് നയിച്ച വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ചിങ്ങമാസത്തിലെ ഈ ചതയം നക്ഷത്രത്തിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന വിപ്ലവകരമായ സന്ദേശം ലോകത്തിന് നൽകിയ അദ്ദേഹം ചതയം നക്ഷത്രത്തിന്റെ ഗുണഗണങ്ങൾ എത്രമാത്രം ഉന്നതമാണെന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. രോഗാതുരമായ ഒരു സമൂഹത്തെ ചികിത്സിച്ച ആ മഹാവൈദ്യന്റെ ജന്മനക്ഷത്രം 100 വൈദ്യന്മാരുടെ ശക്തിയുള്ള ചതയമായത് യാദൃശ്ചികമല്ല, മറിച്ച് നിയോഗമായിരുന്നു. ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിന്റെ ആഴങ്ങളിലേക്കാണ്. ആകാശത്തിന്റെ നീലിമയിൽ കുംഭരാശിയുടെ ഹൃദയഭാഗത്ത് ഈ നക്ഷത്രക്കൂട്ടത്തെ എങ്ങനെ തിരിച്ചറിയാം? ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വ്യക്തിത്വത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഈ നക്ഷത്രം എങ്ങനെ സ്വാധീനിക്കുന്നു? ആധുനിക ജ്യോതിശാസ്ത്രം ചതയത്തെ എങ്ങനെ കാണുന്നു? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു കലയാണ്. തിരക്കു പിടിച്ച ആധുനിക ജീവിതത്തിൽ നിന്ന് അല്പനേരം മാറി നിന്ന് തലയ്ക്ക് മുകളിലൂടെ ആ അനന്തമായ ക്യാൻവാസിൽ ചതയത്തെ അടയാളപ്പെടുത്താൻ പഠിക്കുന്നത് നിങ്ങളെ പ്രപഞ്ചത്തിന്റെ വലിയൊരു രഹസ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു വൈദ്യന്റെ കരുതലോടും ഒരു തത്വചിന്തകന്റെ ബുദ്ധിയോടും കൂടി ചതയം എന്ന നക്ഷത്ര സമൂഹത്തെ നമുക്ക് അടുത്തറിയാം. ഈ വീഡിയോ കേവലം അറിവുകൾക്കപ്പുറം പ്രപഞ്ചത്തെ നോക്കി കാണാനുള്ള പുതിയൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് തീർച്ച. ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. പ്രപഞ്ചത്തിന്റെ അധിപനും സമുദ്രദേവനുമായ വരുണനാണ് ഇതിന്റെ ദേവത. വരുണൻ നീതിയുടെയും നിയമത്തിന്റെയും സംരക്ഷകനായാണ് പുരാണങ്ങളിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രക്കാർ സത്യസന്ധരും തത്വചിന്തകരുമായിരിക്കും. ചതയം നക്ഷത്രത്തെ ആകാശത്ത് കണ്ടെത്തുക എന്നത് ആവേശകരമായ കാര്യമാണ്. ഇത് മറ്റു പ്രകാശമേറിയ നക്ഷത്രങ്ങളെ പോലെ പെട്ടെന്ന് കണ്ണിൽപ്പെടണമെന്നില്ല. പക്ഷേ കൃത്യമായ ചില അടയാളങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ 100 വൈദ്യന്മാരെ കണ്ടെത്താം. ജ്യോതിശാസ്ത്രപരമായി ചതയം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിയിലാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രപഞ്ചത്തിലെ ഏറ്റവും ബുദ്ധിശാലികളായ വ്യക്തികളിൽ പെടുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അവരുടെ ചില പ്രധാന ഗുണങ്ങൾ നോക്കുമ്പോൾ ചതയം നക്ഷത്രക്കാർ പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാത്ത പ്രകൃതക്കാരായിരിക്കും. അവർക്ക് സ്വന്തമായി ഒരു ലോകമുണ്ടാകും. വരുണദേവന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർ അനീതിയോട് പൊരുതുന്നവരായിരിക്കും. സത്യം പറയാൻ ഇവർക്ക് മടിയുണ്ടാകില്ല. ശാസ്ത്രം, തത്വചിന്ത, ജ്യോതിഷം എന്നിവയിൽ ഇവർക്ക് അതിയായ താല്പര്യമുണ്ടാകും. ലോകത്തെ മാറ്റിമറിക്കുന്ന ആശയങ്ങൾ ഇവരിൽ നിന്നുണ്ടാകാറുണ്ട്. ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞർ എന്നിവരിൽ അധികവും ചതയത്തിന്റെ സ്വാധീനത്തിലുള്ളവരായിരിക്കും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, തത്വചിന്ത എന്നീ മേഖലകളിൽ ഇവർ തിളങ്ങുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് പലപ്പോഴും മുൻധാരണയുണ്ടാകാറുണ്ട്. വരുണദേവൻ നീതിയുടെ കാവൽക്കാരനായതിനാൽ ചതയക്കാർ അനീതിയോട് സന്ധിയില്ലാത്തവരായിരിക്കും. സത്യം എത്ര കൈപ്പേറിയതാണെങ്കിലും അത് തുറന്നു പറയാൻ ഇവർ മടിക്കില്ല.
തങ്ങളുടെ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറാകും. 100 വൈദ്യന്മാരുടെ ശക്തി എന്ന സങ്കല്പം ഇവരിലും പ്രകടമാണ്. ശാരീരികമായോ മാനസികമായോ തളർന്നവരെ ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നല്ലൊരു കേൾവിക്കാരനാകാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ശരിയായ പരിഹാരം നിർദ്ദേശിക്കാനും ഇവർക്ക് കഴിയും. ചതയം നക്ഷത്രക്കാർ സ്വതവേ ഉൾവലിഞ്ഞ സ്വഭാവക്കാരാണ്. എല്ലാവരോടും പെട്ടെന്ന് ചങ്ങാത്തം കൂടാൻ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല. സ്വന്തമായി ഒരു ലോകം ഇവർക്കുണ്ടാകും. പുറമേ നിന്ന് നോക്കിയാൽ ഗൗരവക്കാരായി തോന്നുമെങ്കിലും വിശ്വസ്തരായ സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഇവർ സ്നേഹനിധികളാണ്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു നിഗൂഢത ഇവരുടെ വ്യക്തിത്വത്തിലുണ്ടാകും. പഴഞ്ചൻ രീതികളിലോ അന്ധവിശ്വാസങ്ങളിലോ വിശ്വസിക്കാതെ യുക്തിപരമായ ചിന്താഗതി പുലർത്തുന്നവരാണ് ഇവർ. വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഇവർ ശ്രീനാരായണ ഗുരുവിനെ പോലെ മാനവികതയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. അമിതമായ ചിന്ത ഇവർക്ക് ചിലപ്പോൾ മാനസിക പിരിമുറുക്കം നൽകിയേക്കാം. ആരോടും കാര്യങ്ങൾ പങ്കുവെക്കാത്ത പ്രകൃതം ഒറ്റപ്പെടലിന് കാരണമായേക്കാം. എങ്കിലും കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നേറിയാൽ ചതയം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ചുരുക്കത്തിൽ അറിവും വിനയവും ദീർഘവീക്ഷണവും സമ്മേളിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളാണ് ചതയക്കാർ. പല ചതയം നക്ഷത്രക്കാർക്കും കലയോടും സാഹിത്യത്തോടും വലിയ താല്പര്യം കാണാം. സംഗീതം, നൃത്തം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണിവർ. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിൽ ഇവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ചതയം നക്ഷത്രക്കാർക്ക് ഗവേഷണം, ജ്യോതിഷം, തത്വചിന്ത, എഴുത്ത്, കൗൺസിലിംഗ്, സാമൂഹിക പ്രവർത്തനം, മെഡിസിൻ, ശാസ്ത്രം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. തങ്ങളുടെ ബുദ്ധിശക്തിയും വിശകലന ശേഷിയും ഉപയോഗിച്ച് ഈ മേഖലകളിൽ ഇവർക്ക് വിജയം നേടാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഇവർ വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. എന്നാൽ തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ ഇവർക്ക് പ്രയാസം നേരിട്ടേക്കാം. ക്ഷമയും പരസ്പര ബഹുമാനവും ഈ ബന്ധത്തിൽ പ്രധാനമാണ്. ചില സമയങ്ങളിൽ ഇവർക്ക് മറവിയും അലസതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില കാര്യങ്ങളിൽ ഇവർക്ക് അമിതമായ വാശി ഉണ്ടാകാം. ഇത് ദോഷകരമായി ബാധിക്കാം. ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ നല്ല സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദോഷവശങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ സാധിക്കും. ചതയം നക്ഷത്രം രാശിചക്രത്തിലെ 320 മുതൽ 333 വരെ വ്യാപിച്ചു കിടക്കുന്നു. കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. ദേവത വരുണൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സ്വതന്ത്ര ചിന്താഗതി, രഹസ്യ സ്വഭാവം, ബുദ്ധിശക്തി, നിഗൂഢ വിഷയങ്ങളോടുള്ള താല്പര്യം, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രകൃതം എന്നിവ ഉണ്ടാകും. ചതയം നക്ഷത്രക്കാർ തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതും ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്നതും രാഹുവിന്റെ നിഷേധാത്മക സ്വാധീനത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. രാഹുവിന്റെ അതിദേവതയായ ദുർഗയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാഹുകാലത്ത് ദേവിക്ക് അർച്ചന നടത്തുന്നതോ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതോ ജീവിതത്തിൽ വിജയങ്ങൾ നൽകും. ചതയത്തിന്റെ ദേവത വരുണനാണ്. അതിനാൽ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ വളരെയധികം സ്വാധീനിക്കും. ജലം അനാവശ്യമായി പാഴാക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യും. കിണറുകൾ, കുളങ്ങൾ, പുഴകൾ എന്നിവ സംരക്ഷിക്കുന്നത് ഇവർക്ക് പുണ്യകരമാണ്. വീട്ടിൽ ഗംഗാജലം സൂക്ഷിക്കുന്നതും ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ അല്പം പനിനീരോ തുളസിയോ ചേർക്കുന്നതും മാനസികമായ ശുദ്ധി നൽകും. കടമ്പുമരം നട്ടുപിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകും. ചതയം നക്ഷത്രത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ സൗഖ്യമെന്നാണ്. അതിനാൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കുന്നത് വലിയ പരിഹാരമാണ്. പാവപ്പെട്ട രോഗികൾക്ക് മരുന്നുകൾ വാങ്ങി നൽകുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഇത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഭക്ഷണം നൽകുന്നതും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ എള്ളോ ദാനം ചെയ്യുന്നതും രാഹുപ്രീതിക്ക് ഉത്തമമാണ്. കടും നീല, കറുപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുയോജ്യമാണ്. എന്നാൽ മാനസികമായി തളർന്നിരിക്കുന്ന സമയങ്ങളിൽ കടും നിറങ്ങൾ ഒഴിവാക്കി വെളുപ്പോ നേരിയ ഇളം നീലയോ ഉപയോഗിക്കുന്നത് ശാന്തത നൽകും. ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ നിർദ്ദേശിക്കപ്പെടുന്ന രത്നം ഗോമേതകമാണ്. എങ്കിലും ജാതകത്തിലെ രാഹുവിന്റെ സ്ഥാനം കൂടി പരിശോധിച്ച് ഒരു വിദഗ്ധ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രമേ രത്നം ധരിക്കാവൂ. ചതയം നക്ഷത്രക്കാർ ഭഗവാൻ ശിവനിലും വരുണദേവനിലും വിശ്വാസം അർപ്പിച്ച് പ്രകൃതിയെയും ജലത്തെയും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ പരിഹാരങ്ങൾ ശുദ്ധിയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ചാൽ 100 വൈദ്യന്മാരുടെ സംരക്ഷണം എന്ന പോലെ ജീവിതം സുരക്ഷിതമാകും.